ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും ഒരുവിധം സുഖം തന്നെ. നമുക്കിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നല്ല വയലറ്റ് കളർ കാച്ചിൽ പുഴുങ്ങിയതും നല്ല കാന്താരി മുളക് ചട്നിയും വൈകിട്ടത്തേക്ക് ഞാൻ ഉണ്ടാക്കിയതാണേ. അതിൻ്റെ കൂടെ നല്ല ചൂടുള്ള കട്ടൻ ചായയും കൂടെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഒരു പ്രത്യേക സുഖമാണ് അത് കഴിക്കാൻ. അത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അത്. അപ്പോൾ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വൈകിട്ടൊക്കെ അമ്മമ്മയും തറവാട്ട് വീട്ടിലൊക്കെ അമ്മമ്മയൊക്കെ ഇങ്ങനെ ചേമ്പും കാച്ചിലും ചേനയും ഒക്കെ പുഴുങ്ങുമായിരുന്നു. അപ്പോൾ പക്ഷേ ഞങ്ങളുടെ അങ്ങോട്ട് കൊല്ലം ഭാഗത്തോട്ടൊക്കെ ഞങ്ങൾക്ക് ഈ വയലറ്റ് കാച്ചിൽ അന്നൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഇവിടെ വയനാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വയലറ്റ് കാച്ചിലൊക്കെ കാണുന്നത്. അതും ഈ ഇടക്കാലത്താണ്, കുറച്ച് നാളായതേ ഉള്ളൂ കണ്ടിട്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നട്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ്. മിക്കവാറുമൊക്കെ ഞാൻ ഹസ്ബൻഡ് പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു വിടും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, വയലറ്റ് കാച്ചിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, വയലറ്റ് കാച്ചിലാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ മേടിച്ചോന്ന് പറഞ്ഞപ്പോൾ 4.5 കിലോ 5 കിലോ അങ്ങോട്ട് മേടിച്ചു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അത് പുഴുങ്ങിയതാണേ. നല്ല ടേസ്റ്റാണ്. അത് പുഴുങ്ങിയിട്ട് അത് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല നല്ല ഭംഗിയാണ്. അപ്പോൾ അത് എങ്ങനെ പുഴുങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പുഴുങ്ങുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാൻ ഇത് വെള്ളത്തിലിട്ടല്ല, സാധാരണ കാച്ചിലും ചേമ്പും ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ടല്ലേ പുഴുങ്ങുന്നത്. ഇത് വെള്ളത്തിലിട്ടല്ല, ഞാൻ പിന്നെ ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റി പുഴുങ്ങിയെടുക്കുവാണേ. അപ്പോൾ അത് കുറച്ചും കൂടെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത്. കാരണം മറ്റത് വെള്ളത്തിലിടുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ചുവയുണ്ടാവും. ഇതാവുമ്പോൾ പിന്നെ നല്ല വെള്ളത്തിൻ്റെ ചുവയൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ആവിയിൽ വെച്ച് വേവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും കുറച്ചും കൂടെ ചെറുതായിട്ട് മുറിച്ചിടുന്നത്. വെള്ളത്തിൽ ഇട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുതായിട്ടൊന്നും മുറിക്കണ്ട, കുറച്ചും കൂടെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാൽ മതി. ഇത് കണ്ടില്ലേ, അത് മുറിച്ചിടുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ഇത് കാണാനേ. ടേസ്റ്റും ഉണ്ട്, ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ചുവട് ഭാഗമാണേ, ആ ചുവട് ഭാഗം ഞാൻ എടുത്ത് മാറ്റി വെച്ചു. അത് ഇതിനകത്തേക്ക് മുറിച്ചിട്ടില്ല. കാരണം ഇത് കൊണ്ടുവന്ന് നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് പിടിച്ചോളും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് വേവിക്കാൻ സ്റ്റൗ കത്തിച്ച് ഇഡ്ഡലി പാത്രം എടുത്ത് വെക്കാം. അതിനകത്ത് ലേശം വെള്ളം ഒഴിച്ചിട്ട് മറ്റേ കുഴിയുള്ള ടൈപ്പ് പിന്നെ ഒരു ട്രേ എടുത്ത് അതിനകത്ത് വെക്കുക. ആ ട്രേയിൽ എടുത്ത് നമുക്ക് ഇത് നിരത്തി വെക്കാം. നിരത്തി വെച്ചിട്ട് ഇപ്പോഴൊന്നും ഉപ്പൊഴിക്കണ്ട. ഉപ്പൊഴിക്കുന്നത് നമ്മൾ ഇതൊന്ന് ഈ വെള്ളമൊക്കെ തിളച്ച് ഇതെല്ലാം എടുത്ത് അടച്ച് വെച്ച് പിന്നെ കുറച്ച് ആവി കയറണം. കുറച്ച് ആവി കയറി ഒരു പകുതി വേവോളം എത്തുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇത് ഇപ്പം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കുറച്ച് ആവി കയറി വരുന്ന സമയമുണ്ട്. ആ സമയം നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇപ്പോൾ കണ്ടില്ലേ, ഇതേമാതിരി ഒരു സമയം കുറച്ച് നമ്മൾ കുത്തി നോക്കി കഴിഞ്ഞാൽ ഫോർക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കി കഴിഞ്ഞാൽ ഒന്ന് കുഴിഞ്ഞ് വരുന്ന കാരണം പകുതി വേവ്. ആ പകുതി വേവിൻ്റെ ആ സമയമാകുമ്പോൾ നമുക്ക് പിന്നെ ഉപ്പിട്ട് കൊടുക്കാം.
കാരണം ഇത് വെള്ളം തിളച്ച് ആവി കയറിയാൽ തന്നെ കുറച്ച് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആവി കയറി കഴിയുമ്പോൾ തന്നെ വേവും. അപ്പോൾ എന്നാൽ നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് നീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, പിന്നെ പിടിക്കുകയുള്ളൂ. അപ്പോൾ എന്നിട്ട് അടിയിൽ കിടക്കുന്ന ഇത് ഒന്നും കൂടെ പീസുകൾ മേളിലോട്ട് എടുത്തിട്ട് കൊടുത്ത് വീണ്ടും അതിൻ്റെ പുറത്തും കൂടെ കുറച്ചും കൂടെ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ അടച്ചു വെച്ചിട്ട് നമുക്ക് ആവിയേറ്റാം. ആവിയേറ്റി അതും ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേന് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്ന് ഉടഞ്ഞു പോകും അത് ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വെന്ത് ഉടഞ്ഞു പോകും അത്. പിന്നെ ഇതിനായിട്ട് മെയിൻ പിന്നെ കാര്യം ഇത് തിന്നണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ചട്നി വേണം. ചട്നിക്ക് കാന്താരി, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇത് എല്ലാം കൂടെ നമുക്ക് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇടിയെല്ലാം എടുത്തിട്ട് അതിനകത്തേക്ക് ആദ്യമേ കാന്താരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കല്ലുപ്പ് ഇട്ട് കൊടുത്തത് ഞാൻ പൊടിയുപ്പുള്ളവർക്ക് പൊടിയുപ്പ് ഇട്ട് കൊടുക്കാം. ഈ കാന്താരിയുടെ കൂടെ തന്നെ പൊടിയുപ്പോ അല്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് ചതച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ആ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളി, പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളുള്ളി ഇട്ട് കൊടുക്കാം. വെള്ളുള്ളി തോനെ ഇടണ്ട, ഒരു പീസൊക്കെ മതി. കാരണം ചിലർക്ക് ഈ കാച്ചിലൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി ചിലർക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെന്നുണ്ടാവും, ചിലർക്ക് അത് ചെറിയ ഉള്ളി കുറച്ച് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ചതച്ചെടുത്തതേ ഉള്ളൂ, കാരണം എനിക്കൊക്കെ ചെറിയ ഉള്ളി കുറച്ച് കടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ചതച്ചെടുത്ത്. ഇനി ഇത് ചതച്ചിട്ട് എടുത്തിട്ട് ഇതിനകത്ത് മെയിനായിട്ടും പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. നന്നായിട്ട് ഒരു ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മണം ഭയങ്കര മണമാണ്. ആ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വായിൽ കൂടെ വെള്ളം വരും, അത്രയ്ക്ക് മണം. ആ പച്ച വെളിച്ചെണ്ണയുടെയും പിന്നെ മുളകിൻ്റെയും കാന്താരിയുടെയും പിന്നെ ചെറിയുള്ളി ചതച്ചതിൻ്റെയും ഒക്കെ കൂടെ ഒരു മണമുണ്ടല്ലോ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഞാനൊന്നുകൂടെ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഉപ്പുമുളകും പിന്നെ നല്ല കാച്ചിൽ പുഴുങ്ങിയതും, അതും വയലറ്റ് കാച്ചിൽ പുഴുങ്ങിയതും, പിന്നെ കട്ടൻ ചായയും. കട്ടൻ ചായ വേണമെന്നവർക്ക് കട്ടൻ ചായ, അല്ലെങ്കിൽ പാൽ ചായ. ഓക്കെ, കട്ടൻ ചായയും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം കുഞ്ഞു മക്കൾക്കൊക്കെ ഇതൊക്കെ ഇപ്പോൾ കാണാനും കേൾക്കാനും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അവർക്ക്. ഫാസ്റ്റ് ഫുഡൊന്നും മേടിച്ചു കൊടുക്കാതെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.